ഞാൻ രജിത MC. ഞാൻ ചന്ദ്രോത്താണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കണ്ണമരം മൊട്ടമലാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. പിന്നെ ടീച്ചേഴ്സിനെ എല്ലാം കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. രമ ടീച്ചറെ ഞാൻ ഇടയ്ക്കെല്ലാം കാണാറുണ്ട്. പക്ഷേ ലളിത ടീച്ചറേയും മജീദ് മാഷ, ശൈലജ ടീച്ചറാണ് എത്രയോ വർഷത്തിന് ശേഷം ഇന്നിവിടെ വെച്ച് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കണ്ണമരം മൊട്ടമലാണ്. ഭർത്താവും ഞാനും മാത്രമേ ഇപ്പം വീട്ടിലുള്ളൂ. മൂത്ത മോള് ഹൈദരാബാദിലാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ മോള് എറണാകുളത്താണ്. അവൾ ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇപ്പം അജിയടുത്ത് കല്യാണം കഴിച്ചുകൊണ്ട് പോയി 2 കുട്ടികൾ. ഭർത്താവ് മെഡിക്കൽ കോളേജിലായിരുന്നു, പരിയാരം മെഡിക്കൽ കോളേജിൽ. വർഷമായി കാണാതെ ഹൈസ്കൂള് കഴിഞ്ഞിട്ട് പോയിട്ട് ഒരാളെ കണ്ടിട്ടില്ല. ഇവര് ഫോട്ടോ ഇട്ടായിരുന്നു തന്നെ എനിക്ക് ഭയങ്കര ജലീബിനോട് പറയുകയും ചെയ്തു. എത്രയോ വർഷമായി ടീച്ചർമാരെ കാണാതെന്ന്. അത്രയും സന്തോഷമുണ്ട്. കണ്ടുകൊണ്ട് ഭയങ്കര സന്തോഷം. എൻ്റെ വീട് അഴീക്കോടായിരുന്നു, തെരുവത്ത്. ഇപ്പം ഞാൻ മീങ്കുന്നാണ് താമസിക്കുന്നത്. എനിക്ക് 2 പെൺകുട്ടികളാണ്. അതായത് രണ്ടാമത്തെ ജോലിയുണ്ട്. പിന്നെ വന്നിട്ട് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പറ്റിയത് കുറേയധികം സന്തോഷമുണ്ട്. പിന്നെ ടീച്ചേഴ്സിനെ കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ ഈ ഒരുമ എന്ന് നിലനിൽക്കട്ടെ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീട് ഒലടത്താഴായിരുന്നു. പിന്നെ 3 മക്കളാണ്. ഞാൻ ടീച്ചേഴ്സിനെ കണ്ടില്ല. സന്തോഷം. കുറേ കാലം കൂടിയിട്ടാണ്. ഓക്കെ. തലവാട് കമ്പളക്കാരി തന്നെയാണ്. ഞാൻ വീടൊക്കെ താമസിക്കുന്നത് കൂടപ്പാടം. ഹസ്ബൻഡ് ബാംഗ്ലൂരാണ്. 4 മക്കളുണ്ട്. 2 മക്കള് പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ഒരു മോൻ്റെയും കല്യാണം കഴിഞ്ഞു. ഇനി ഒരു മോൻ കല്യാണം കഴിക്കാനുണ്ട്. ഒരു മോൾ വീട്ടിലത്തെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. ടീച്ചറെ കണ്ടതിൽ വളരെ സന്തോഷം. അനിത. എൻ്റെ വീട് പള്ളിക്കുന്നുമ്പുറം. കല്യാണം കഴിച്ചുകൊണ്ട് പോയത് പുതപ്പാറ. ഭർത്താവ് മൃഗസംരക്ഷണ വകുപ്പിൽ ഇപ്പോൾ റിട്ടയറായി. വേറെ ടീച്ചറെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. എൻ്റെ പേര് ശ്രീജ. ഞാൻ കച്ചേരിപ്പാറക്കകത്ത് താമസിക്കുന്നത്. 2 മക്കളുണ്ട്. 2 മക്കളെയും കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ 2 കുട്ടികളുണ്ട്. ടീച്ചറെല്ലാം കണ്ടതിൽ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞറിയിക്കേണ്ടത് നിനക്കാവുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാരും. എനിക്ക് 2 മക്കളാണ്. 2ആളും ഗൾഫിലാണ്. മോള് അവിടെ വർക്ക് ചെയ്യുന്ന മോന് അവിടെ സ്കൂൾ ടീച്ചറാണ്. ജംസിലെ മോള്. എൻ്റെ പേര് ജയശ്രീ വി. ഞാൻ ഓലാടത്താഴെയാണ് എൻ്റെ വീട്. ഭർത്താവും 3 കുട്ടികളും ഉണ്ട്. ഇപ്പോൾ ഇരണാവിലാണ് താമസം. ടീച്ചർമാരെല്ലാം കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കണം എന്നുള്ള ഒരു ഇത് ഉണ്ട്. ടീച്ചർമാരെയും മാഷെയും കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷം. പിന്നെ എൻ്റെ പേര് അജിത. ഞാൻ താമസിക്കുന്നത് തലശ്ശേരിയാണ്. 2 മക്കളും ഒരു ഭർത്താവും ഉണ്ട്. എല്ലാവരെയും കണ്ടതിൽ വളരെയധികം സന്തോഷം. ഓക്കെ. എൻ്റെ പേര് അനില. എൻ്റെ സ്വന്തം വീട് അഴീക്കോടാണ്, ഓലാടത്താഴ. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് മട്ടന്നൂര്. 2 ആൺകുട്ടികളാണ്. 2 പേരും ജോലി ചെയ്യുന്നു. ഇപ്പോൾ ടീച്ചറെ കണ്ടതിലും എല്ലാവരെയും കണ്ടതിലും വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് അജിക PV. പള്ളിക്കുമ്പുറമാണ് സ്വന്തം വീട്. ഇപ്പോൾ കല്യാണം വെച്ചുകൊണ്ട് ഒരു പേരാവരാണ് അവിടെ താമസിക്കുന്നത്. പിന്നെ 2 മക്കളാണ്. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. ഓരോ മക്കളുമായി. പിന്നെ ഭർത്താവ് നാടോടി എടുക്കുന്നു. പിന്നെ ടീച്ചറെ എപ്പോഴും കാണുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള ടീച്ചർമാരെ അത് ഇപ്പോൾ കുറേ വർഷം കൂടിയിട്ട് കാണുന്നു. അതിലാണ് വളരെയധികം സന്തോഷം. എന്നെ ഇവിടെ കുറച്ച് പേർക്ക് അറിയാം നല്ലതുപോലെ. കുറേ കുസൃതികൾ ഇവിടെ ഉണ്ട്. പേര് വിവേക് കുമാർ. മാടത്താങ്കണ്ടി എന്ന് പറഞ്ഞാലാണ് കൂടുതൽ അറിയാം. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് എന്നെ അറിയപ്പെടുന്നത് എൻ്റെ അമ്മയുടെ ആ പേരിലാണ്. ശാരദ ടീച്ചർ. അഴീക്കോട് ഹൈസ്കൂളിൽ അധ്യാപികയായിരുന്നു. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ബഹുമാന്യരായ അധ്യാപകന്മാരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് കാലത്തെ ഒരാഗ്രഹമായിരുന്നു. അത് ഈ ഒരു 1-ാം തരം കുസൃതി ഗ്രൂപ്പിലെ ആ ഒരു കൂട്ടായ്മയിലൂടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ കൂട്ടുകാരെ, ഏതായാലും നിങ്ങളൊക്കെ റെഡിയല്ലേ? ഒരു ക്ലാസ് എടുക്കാം നമുക്ക്. എല്ലാവർക്കും അക്ഷരം പറയാലോ? ആ ഈ കൃത്യമായിട്ട് പറയണേ. എന്താണെന്ന് പറഞ്ഞാണ്. ഇതോ രി കോ
ഇത് എന്നാ പറയാ മൊത്തം പറഞ്ഞേ, അഴീക്കോട് അക്ലിയത്ത് LP സ്കൂൾ. ഇതാണ് നമ്മുടെ ഒന്നാം തരം കുസൃതി കൂട്ടായ്മ ഗ്രൂപ്പിലെ. അടിപൊളിയാണ്. ഏത് സമയത്തും കലവില ഒച്ചപ്പാടുണ്ടാക്കുക. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന പറയാം വെയിറ്റ് കാത്തിരിക്കൂ. അതെ, ഞാനൊന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇവിടെ നമുക്ക് കഴിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ഓരോരോ സാധനങ്ങളും വളരെ നല്ല രുചിയുള്ളതായിരുന്നു. ഉണ്ട അത് വളരെ രസകരമായിരുന്നു. അത് നമ്മുടെ സ്വന്തം സുഖമാണ്. പിന്നെ വടകരയിൽ നിന്നാണെന്ന് തോന്നുന്നു നമ്മുടെ ചിപ്സ് അല്ലേ സജി? ഓക്കെ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ കായ്യട കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ഒരാളോട്. അവര് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടല്ലോ. എന്നാലൊന്ന് പറയല്ലേ എന്നോട് കൃത്യമായിട്ട്. അപ്പോൾ മുന്നേ കൂടി പറഞ്ഞായിരുന്നു കായ്യട. അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ്. നല്ല മുട്ടയിൽ ഉണ്ടാക്കിയിട്ടുള്ള അടിപൊളി സാധനം. അതിന് മജീദ് മാഷോട് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയേണ്ട ആവശ്യമില്ല, അത് അവരെ ഇതിൽ വരുന്നതാണ്. അപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നതോടൊപ്പം ഞാൻ നിങ്ങളെല്ലാവരും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഇനി അടുത്തതായിട്ട് ആരാണ് ഉള്ളതെന്ന് വെച്ചാൽ കടന്നു വരാം. ശരിക്കും പറഞ്ഞാൽ പീപ്പിൾസ് ബേക്കറി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കഴിക്കാൻ്റെ മോള്. എനിക്ക് 3 മക്കളെ, ഒരു പെണ്ണും 2 ആണും. 2 കല്യാണം കഴിഞ്ഞ് ഒരു മോൻ്റെ കല്യാണം കഴിയാനുണ്ട്. ടീച്ചർമാരെല്ലാം കണ്ടത് വളരെ സന്തോഷം. ടീച്ചർ അയൽവാസിയാണ്. ടീച്ചർ കുറേ നാൾ ശേഷമാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ ശരി എല്ലാവരും. എൻ്റെ പേര് റസ്യാബി. ഇവിടെ എല്ലാ കൂട്ടുകാരെയും ടീച്ചേഴ്സിനെയും കണ്ടതിൽ വളരെയധികം സന്തോഷിക്കുന്നു. എനിക്ക് 3 കുട്ടികളാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. മോന് ബിടെക് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത് ഗൾഫിലാണ്. 2 പെൺകുട്ടികൾ പിന്നെ ഡിഗ്രി പഠനത്തിന് ജോലിയൊന്നും ചെയ്യുന്നില്ല. ഭർത്താവ് ചിക്കൻ സ്റ്റാളാണ് 3 നേരത്തെ. എല്ലാവർക്കും അറിയാം റസാഖ്. ഉപ്പ ഉസ്മാനിക്ക എന്ന് പറഞ്ഞാൽ വനികുളത്ത് വയലുള്ളവർക്കെല്ലാം അറിയാം, അവരുടെ മകളാണ്. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ. ഞാൻ സജിനി ഉറക്കൻ കൃഷ്ണമാഷ മകളാണ്. വീട്ടിലിരിക്കുന്ന സരിത ടീച്ചർ, മജീദ് മാഷ്, ലളിത ടീച്ചർ, രമ ടീച്ചർ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ കല്യാണം കഴിച്ചു കൊണ്ടത് വടകര. 2 മക്കളാണ്. മക്കളും ഭർത്താവും ബിസിനസ്സുകാരാണ്. പേര് സുനിൽകുമാർ തൂണോളി. ഇവിടെ അടുത്ത് തന്നെ വീട്, ESI അടുത്ത വീടുക. പിന്നെ ഇപ്പം ബിസിനസ് ഇവിടെ കൊടകിലാണ്, ഗോളിക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇപ്പോൾ ഒരു മകനാണുള്ളത്. അവൻ ലോജിസ്റ്റിക് പഠിച്ചിട്ട് ഇങ്ങനെ ജോലി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ അമ്മ, ഭാര്യ, ഒരു മകൻ. വേറെ ഓക്കെ. കക്കറയിൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയോ അല്ലേ? ടീച്ചർമാർക്ക് എല്ലാം അറിയും. പിന്നെ ഭാര്യ ഇവിടെ കസ്തൂർബയിലെ ടീച്ചറാണ്. എനിക്കൊരു മകള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോൾ നീലേശ്വര താമസം. 1 വർഷമായി നീലേശ്വരത്തെ താമസം. പിന്നെ പ്രത്യേകിച്ച് ശൈല ടീച്ചറെ കണ്ടത് വളരെ സന്തോഷം. ഞാൻ ഇതുവരെ കാണുന്നില്ല എന്ന് വിചാരിച്ചതാണ്. ഇവരൊക്കെ പിന്നെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ചെറിയൊരു തമാശ പറയുന്നതാണ്. 3 പേർക്ക് മാത്രം എനിക്ക് അടിയെട്ടിയിട്ടുണ്ട്. ശൈല ടീച്ചർക്ക് മാത്രം അടിയെട്ടിയില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. മജീദ് മാഷൊക്കെ നല്ല മുള്ളൽ കിട്ടിയിട്ടുണ്ട്. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യാപകരെ, അതുപോലെ തന്നെ എൻ്റെ കളിക്കൂട്ടുകാരെ ആദ്യം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ തിരുവനന്തപുരത്താണ് താമസം. വേദിയിരിക്കുന്ന എല്ലാവർക്കും ഏകദേശം ടീച്ചറെ ഓർമ്മയുണ്ട്, ഇവരെല്ലാവരും ഓർമ്മയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മജീദ് മാഷാണ് എനിക്കൊരു ഓർമ്മയുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെയായിരുന്നു, ഇതിൻ്റെ മുകളിലായിരുന്നു ക്ലാസ്. അന്ന് ഈസൂട്ടി ഉണ്ടായിരുന്നു. ഈസൂട്ടിയിലുള്ള പരിപാടി. കാരണം ഈസൂട്ടി ഒന്നും പഠിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, നല്ലോണം നുള്ളു. ഇതാണ് നിനക്ക് എപ്പോൾ നമുക്ക് ഓർമ്മ. മാഷ കാണുമ്പോൾ എപ്പോൾ ഓർമ്മ വരുവാന്നറിയാം. ഈ ചന്തയിലെടുക്കാൻ നുള്ളുന്നത് ഇതാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ. മറ്റുള്ളവരൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവരോട് പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. പിന്നെ ഞാൻ തിരുവത്താണ്, പിന്നെ ടാക്സ് പ്രാക്ടീഷണറാണ്. ഇവിടെ തന്നെയാണ് വീടെല്ലാം എടുത്തിരിക്കുന്നത്. വീട് വെപ്പാങ്കൻ.
പിന്നെ നമ്മൾ അശോകൻ പറഞ്ഞൊരു പ്രതി ഞാനാണ് ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്. അന്ന് എനിക്ക് എന്നെ ഒരു നിർത്തിച്ചിനാണ്. പക്ഷെ അന്ന് രഘുവൻ രക്ഷപ്പെട്ടു. കാരണം എന്താ പറയുക, നമ്മൾ ടീച്ചർ മോനാണ്. അതുകൊണ്ട് ഇവരൊക്കെ രക്ഷപ്പെടുത്തി. നമ്മളൊക്കെ എപ്പോൾ നോക്കുമ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും. പണ്ട് നമ്മൾ ശിവൻ പറഞ്ഞ പോലെ ഈ പാട്ടും ഇതെല്ലാം ഉണ്ടാവും. ഞാനും അത്യാവശ്യം പാടുന്നതാണ് ആ സമയത്ത്. അപ്പം നമുക്ക് പ്രൈസ് കിട്ടൂല. കേട്ടോ, ഇവർക്ക് മാത്രം വിതരണം ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ അങ്ങനെയാണ്. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ എനിക്ക് അശോകൻ്റെ കാര്യം പറയുന്നത്, അന്ന് നമ്മളെ ക്ലാസ് പൂജി ഇപ്പുറം കറ്റുന്നത്. അന്ന് ഞാനായിരുന്നു ഒന്നാമനായ കുട്ടി. അന്ന് ഈ ഇവനുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം നമ്മളെ മാഷ് പറയുന്നുണ്ട്, എന്തോ കൊയപ്പാട്ടി ഇവനോട് നീ പോലെ പാല് കയറി കുടിച്ചതെന്ന് പറയും. ഇന്നും അതാണ് ഓർമ്മയുള്ളത്. പിന്നെ വേറെ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു അവസരം ഇവരുണ്ടാക്കി തന്നതിനും എല്ലാവരും കണ്ടതിനും എനിക്ക് വളരെയേറെ നന്ദിയുണ്ട്. ഇത് മുന്നോട്ട് തന്നെ പോട്ടെ. ചില സമയങ്ങളിൽ എനിക്കൊന്ന് കയറി വരാനൊന്നും പറ്റാറില്ല. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളെല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. എല്ലാത്തിനും നിങ്ങൾ ഒപ്പരം ഉണ്ടാവും. ഓക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന ഒരു പേരാണ്. എൻ്റെ തറവാട്ട് പേരാണത്. ഞാനിപ്പം വായിപ്പറമ്പിലാണ് താമസം. ഇവിടെ അഖിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരാളത്തായിരുന്നു വീട്. ഇപ്പം വായിപ്പറമ്പിലാണ്. എൻ്റെ വൈഫ് ചെന്നൈ വിദ്യാലയ ടീച്ചറാണ്. മക്കൾ 2 പേരുണ്ട്. മോളുടെ കല്യാണം കഴിഞ്ഞു, ആർക്കിടെക്റ്റാണ്. പിന്നെ മോൻ ബിടെക്കിൽ പഠിക്കുന്നു. പിന്നെ ഞാനൊരു എഞ്ചിനീയറിംഗ് വർഷമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് കോൺട്രാക്റ്റാണ്. പ്രിയ കൂട്ടുകാരെ, നിങ്ങളാദ്യം എൻ്റെ ഹൃദയത്തോട് ചേർക്കുന്ന അതേപോലെ ആദരണീയ നമ്മളെ അധ്യാപകന്മാർ. എന്തുകൊണ്ടാണ് നമ്മളെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ നമ്മൾ SLCയും ഡിഗ്രിയും അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് അവസ്ഥയിലുള്ള അധ്യാപകരെ മറ്റുള്ളവരെ ആദരിക്കൽ. പക്ഷേ നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മൾ ആദ്യാക്ഷരം കുറിച്ച് തന്ന ഇവരാണ് നമ്മൾ ആദ്യാക്ഷരം കുറിച്ചവർ. ഇവരെ ആദരിച്ചതിൽ ഈ സംഘാടക സമിതിയോടും ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ അധ്യാപകരോടും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇവരിലൂടെയാണ് നമ്മൾ ഒരുപാട് മേലേക്ക് പോയത്. പക്ഷെ പലപ്പോഴും ഇവരെ 1 5 വരെ പഠിപ്പിച്ച ആരെയും ഒരു സ്കൂളോ അല്ല ഒരു ബാച്ചുകാരോ ആരും SLCന അല്ല ഡിഗ്രി അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിലുള്ളവരെ അധ്യാപകന്മാരെ ആദരിക്കൽ. അത് മജീദ് മാഷായാലും ലളിത ടീച്ചറായാലും ശൈല ടീച്ചറായാലും രമ ടീച്ചറായാലും എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ അഹംഭാവം കൊണ്ട് പറയുന്നില്ല. 10 അപ്പം അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. എനിക്ക് നിങ്ങൾക്കെല്ലാം പറ്റിയിട്ടുണ്ടാവും അതിൻ്റെ മേലെ ആദരിച്ചാലും. പക്ഷേ ഇവരെ ആദരിക്കുന്നതിലാണ് നമുക്ക് ഗുരുത്വം. അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. അത് ഇവരോട് ആ കാൽപാദം നമിച്ചുകൊണ്ട് അംഗീകരിക്കണം. കൂടാതെ ഈ ഒരു നമ്മൾ സാധാരണ SLC വരെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഒരു രൂപഭാവങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ 5ാം തരത്തിൽ നിന്ന് പല ആൾക്കാരും നമ്മളെ ഭാവങ്ങളും രൂപങ്ങളും മാറിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു 1ാം തരം കുസൃതി എന്നൊരു മേൽവിലാസത്തിൽ എല്ലാവരും ഇവിടെ വന്നു ചേർന്നതിൽ നമ്മൾ ആ മാറ്റങ്ങളെല്ലാം അപ്പുറം നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ്. നമ്മൾ ഒരുമിച്ച് 5ാം തരം വരെ കഴിഞ്ഞവരാണ്. നമ്മൾ ചെറിയ നുറുങ്ങുകളും വിദ്വേഷങ്ങളും ഇപ്പം ഞാൻ ഒരു തമാശക്കായിട്ട് മാഷെ എന്നെ കുത്തി തുപ്പി ഇതെല്ലാം നമ്മൾ 5ാം തരം വരെയുള്ള നമ്മളെ ചാബല്യങ്ങളായിരുന്നു. അതാണ് നമ്മളെ ജീവിതത്തിലുള്ള രസകരമായ ഒരു അനുഭവം. പിന്നെ നമ്മൾ മേളിലോട്ട് പോകുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു വ്യക്തിത്വത്തിലേക്ക് കടന്നു. പക്ഷെ നിഷ്കളങ്കമായ നമ്മളെ ബാല്യകാലം ഈ അക്രിത് സ്കൂളിലാണ് നമ്മൾ തീർത്തത്. അത് ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കി തന്നതിൽ ഈ സംഘാടക സമിതിയോടും നമ്മൾ ഈ വേദിയിൽ നമ്മൾ ആദരിക്കപ്പെട്ട ഈ അധ്യാപകരോടും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പറയാൻ പോയി മാഷൻ്റെ അയൽവക്കക്കാരനും കൂടിയാണ്. ഇപ്പം മാഷ് അവിടെ ഇല്ല അല്ലേ? ഇല്ല. എൻ്റെ പേര് നിർമ്മൽ. പിന്നെ ഒരു മോളാണ്. മോള് എല്ലാം ഒരു കുട്ടിയുണ്ട്, 2.5 വയസ്സായി. പിന്നെ വേറെന്താ പറയാനുള്ള എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അവിടെ കൂടുതൽ പറയാനില്ല. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന അധ്യാപകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ എൻ്റെ പേര് ഗിരീഷ് PV എന്നാണ്. പക്ഷേ PV എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല, പാറയിൽ എന്ന് പറയണം, എന്നാലേ പലർക്കും മനസ്സിലാവും. പാറയിലുള്ളത് അച്ഛൻ്റെ ഇതാണ് പാറയിലുള്ളത്. ഞാനിവിടെ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി നടത്തുന്നു. ഭാര്യയും 2 മക്കളും ഉണ്ട്. മൂത്തത് മകനാണ്, 2ാമത്തത് പെണ്ണാണ്. മകൻ നേവൽ ആർക്കിടെക്ചർ പഠിക്കുന്നു, മകൾ +1 പഠിക്കുന്നു. വൈഫ് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മലയാളം ടീച്ചറാണ്.
ഇത്രയാണ് എൻ്റെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ വന്ന ടീച്ചർമാർക്ക് പ്രത്യേകിച്ച് നമ്മൾ നന്ദി പറയണം. കാരണം പല അവസരങ്ങൾ ഉണ്ടായിട്ടുമാണ് ഇവർ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അതിന് എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തണം. ടീച്ചർമാർക്ക് മക്കൾക്ക് വീണ്ടും നന്ദി രേഖപ്പെടുത്തുന്നു. ആരോഗ്യ സമൂഹത്തോടുകൂടി കൂടുതൽ കാര്യങ്ങൾ എന്നും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മളെ സ്വീകരിച്ച് എത്തിയ ടീച്ചർമാർക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മളൊരു ആശയം രഘു ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഒന്നാം തരത്തിൽ കുസൃകൂസത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നമ്മളെ ഈ ആദ്യാക്ഷരം പഠിപ്പിച്ച ഈ അധ്യാപകരെ എന്തായാലും നമ്മൾ ഒന്ന് അനുമോദിക്കണം. ആദ്യം നമുക്ക് അക്ഷരം പകർന്നു തന്ന ആ ഒരു അധ്യാപകരെ നമ്മൾ അങ്ങനെ ഒരു ആദരവ് കൊടുക്കണം എന്ന് പറഞ്ഞതിന് പക്ഷെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ സാധിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ എല്ലാവരെയും കാണാനും പരിചയപ്പെടാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. എന്നെ പരിചയപ്പെടുത്താം, സതീശൻ കോയിലി, തെരുവിൽ മണ്ഡപത്തിനടുത്താണ് വീട്. അച്ഛൻ്റെ പേര് ശങ്കരൻ, അമ്മേൻ്റെ പേര് നാരായണി. എനിക്ക് 2 ആൺകുട്ടികളാണ്. ഒരാൾ ഷാർജയിൽ വർക്ക് ചെയ്യുന്നു, ഒരാൾ ഇവിടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ അജിത പറയുമ്പോൾ ഒരു ഭാര്യയാണ് എനിക്കുള്ളത്. അപ്പോൾ അത് അങ്ങനെയല്ലാന്ന് എൻ്റെ കുടുംബം. വളരെ സന്തോഷം, എല്ലാവരെയും കണ്ട് പരിചയപ്പെട്ടതിന് വളരെ സന്തോഷം. പ്രിയപ്പെട്ട അധ്യാപകർക്കും മാഷ്ക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശൈലജ ടീച്ചർ, ഞാൻ ഇപ്പോൾ കാണുന്ന ടീച്ചർ. എൻ്റെ 2 മക്കളാണ്. മോള് 2 ദുബായിയാണ്. മോള് അവിടെ ടീച്ചറാണ്, മോനും എഞ്ചിനീയറാണ്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹം. ഞാൻ ഉമ്മ ചെമ്പിലോടെ അവിടെയാ കുഞ്ഞിരാണ്. അതെ അതെ അല്ല കുഞ്ഞിമംഗൽ. പ്രതിഭ PP ഇപ്പം ബഹറിനിലുള്ളത്. നമ്മുടെ ആദ്യത്തെ ഗെറ്റ് ടുഗദറിന് ഇവിടെ ഉണ്ടായിരുന്നു, സജീവമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിഭ PPൻ്റെ ഫാമിലി ബിസിനസ് ഉണ്ട്. പ്രതിഭ PPക്ക് ഒരു ഫാമിലി ബിസിനസ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ഉണ്ണിയപ്പം, കൽത്തപ്പം, കിണ്ണത്തപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് അവൻ്റെ ഒരു ഫാമിലി ബിസിനസ്സാണ്. അത് അവർ ഇവിടെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഇവിടെ ഒരു നമ്മളൊരു ക്യാമ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നു. അപ്പം അത് അവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ അത് പുറത്ത് വെച്ചിട്ടുണ്ട്. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാം, ഫ്രീ അല്ല, പൈസ കൊടുക്കണം. അപ്പോൾ അതങ്ങനെ ഉള്ളത്. അതുപോലെ പ്രദീപ് എന്ന് പറഞ്ഞാൽ ഒരു അതിവൈദഗ്ധ്യമുള്ള ഒരാളാണ് കരകൗശല നിർമ്മാണത്തിൽ. അപ്പോൾ അങ്ങനെ പ്രദീപൻ്റെ ചില കരകൗശല വസ്തുക്കൾ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അത് എല്ലാവരും അത് വിൽപ്പനക്കല്ല, അത് വെറുതെ കാണാനും ആസ്വദിക്കാനും. അത് ആർക്കെങ്കിലും അതിൻ്റെ ആവശ്യം വന്നിട്ട് ആഗ്രഹം വന്നിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രദീപനത് ഉണ്ടാക്കിത്തരും. ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റും. അതിവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അടുത്ത കാര്യം BLM ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മുടെ സുധാ കൊമ്മേരിൻ്റെ അനിയത്തി സുനജിയും കൂടി ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അത് അവർ BLM സൊസൈറ്റി ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ അതിൽ ആർക്കെങ്കിലും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിൻ്റെ സീനിയർ ഓഫീസേഴ്സ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടൊന്ന് സംസാരിക്കുകയും ആ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെടുക. അവരതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആവും, അല്ലേ? ഡിസ്ട്രിബ്യൂട്ടർ എന്നല്ല പറയാം, അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ പറ്റും. അല്ലെങ്കിൽ അതിനകത്ത് വെറുതെ ഡെപ്പോസിറ്റ് കൊടുത്ത് നമ്മൾ സാധാരണ RD പോലെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണത്. FD ഉണ്ട്, RD ഉണ്ട്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങൾ അവർ പറഞ്ഞുതരും. അതും പുറത്തുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. ഞാൻ ചെയ്യുന്നൊരു സംഭവമുണ്ട്, RCM എന്ന് പറഞ്ഞൊരു ബിസിനസ്. അത് ആരോഗ്യത്തിനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും രാജ്യ പുരോഗതിക്കും വേണ്ടിയുള്ള പുതിയ ഒരു ജനകീയ വിപ്ലവം. അതാണ് RCMൻ്റെ അതിൻ്റെ ഒരു ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അതിൻ്റെ നോട്ടീസ് പുറത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് അറിയുക, കാണുക, പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക, താങ്ങി നിർത്തുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് നമുക്ക് ഒരു മാതൃകാ കൂട്ടായ്മയായിട്ട് ഈ ലോകം വാഴ്ത്തപ്പെടണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം, ചെറിയൊരു ആഗ്രഹം. ഈ ലോകം മുഴുവൻ അറിയണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് പങ്കാളികളാവുക, അതിനെ ഏറ്റെടുക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ.
പൂത്തനാൾ മധു തേടിപ്പോയി
കണ്ണിൽ കത്തും ദാഹം ഭാവജാലം തീരെ നീട്ടി വർണ്ണങ്ങളാൽ മേലെ കാതിർമാല കൈകൾ നീട്ടി കണ്ണിൽ കത്തും ദാഹം ഭാവജാലം തീരെ നീട്ടി വർണ്ണങ്ങളാൽ മേലെ കാതിർമാല കൈകൾ നീട്ടി സ്വർണ്ണത്തേരെ തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്ര പൂക്കട്ടും തേരോട്ടം മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പൂത്തനാൾ മധു തേടിപ്പോയി മണ്ണിൽ പൂക്കും മേളം രാഗമാവും താരമേന്തി തുമ്പികളായി പാറി മനം തേടി ഊയലാടി മണ്ണിൽ പൂക്കും മേളം രാഗമാവും താരമേന്തി തുമ്പികളായി പാറി മനം തേടി ഊയലാടി നറും പുഞ്ചിരിപ്പൂവായി സ്വപ്നകഞ്ചം ചാർത്തി ആരും കാണാതെ നിന്നപ്പോൾ സംഗമസായൂജ്യം മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പൂത്തനാൾ മധു തേടിപ്പോയി നീളെ താഴെ തളിരാർന്നു പൂവങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പൂത്തനാൾ മധു തേടിപ്പോയി അങ്ങനെ കണ്ണെഴുതി ആയിരത്താരി ചാത്തി അറപ്പുരവാതിൽ ഞാൻ കാത്തിരുന്നു മണവാളനെത്തും നേരം ഉടുവയിൽ ചൂടാനൊരു കുടമുല്ല മാലർമാല കോർത്തിരുന്നു മുടിമേലെ കെട്ടിവച്ചും തുളുനാടൻ പട്ടുടുത്തും മുക്കുറ്റി ചാന്തും തൊട്ടു ഞാനിരുന്നു കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം കല്യാണമണി ദീപം കൊളുത്തിവച്ചു അങ്ങനെ കണ്ണെഴുതി ആയിരത്താരി ചാത്തി അറപ്പുരവാതിൽ ഞാൻ കാത്തിരുന്നു തൂശനില മുറിച്ചു വച്ചു തുമ്പപ്പൂ ചോറു വിളമ്പി ആശിച്ച കറിയെല്ലാം നിരത്തി വച്ചു പുള്ളുകളുറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും പുള്ളുകളുറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനവൻ വന്നില്ല തോഴിമാരേ അഞ്ഞന കണ്ണെഴുതി ആയിര
തെയ്യത്തും തെയ്തോം തെയ്യത്തോം തെയ്തോം തെയ്യത്തോം
മലയാള ഭാഷതൻ മാതക ഭംഗി മലമന്ദഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി പുതിയ കരമൊട്ടിൽ തെളിയുന്നു മലയാള ഭാഷതൻ മാതക ഭംഗി മലമന്ദഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി പുതിയ കരമൊട്ടിൽ തെളിയുന്നു കളമൊഴി പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു കളമൊഴി പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു പരിമളം കേൾക്കുന്നു മലയാള ഭാഷതൻ മാതക ഭംഗി മലമന്ദഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി പുതിയ കരമൊട്ടിൽ തെളിയുന്നു കണ്ണുകളിൽ മാലന്റെ ശരങ്ങളിൽ മായത്തിൻ മായാനിറം മലരുന്നു കണ്ണുകളിൽ മാലന്റെ ശരങ്ങളിൽ മായത്തിൻ മായാനിറം മലരുന്നു അരയുന്ന പിഴവോലി ഒഴുകുമ്പോൾ അഷ്ടമതി മധുരവർണ്ണനെ ഭാഷതൻ മാതക ഭംഗി മലമന്ദഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി പുതിയ കരമൊട്ടിൽ തെളിയുന്നു Kita